ഇന്നലത്തെ ജോലി കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ വരെ ഓഫാക്കിയിട്ടില്ല കേട്ടോ. അവിടെ തന്നെ കിടന്നങ്ങ് ഉറങ്ങി. കാലത്ത് എണീറ്റ് ഒരു കുഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞ് പതുക്കെ നമുക്ക് കിച്ചണിൽ കയറാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി എല്ലാവരും പറയുന്നു ശ്രീകുട്ടൻ പോകുന്ന വീഡിയോ മാത്രം ശ്രീ എന്താ ഇടാത്തതെന്ന്. അപ്പോൾ ഇന്ന് ശ്രീകുട്ടൻ പോകുന്നത് തൊട്ടാവാമെന്ന് വിചാരിച്ചു നമ്മുടെ വ്ളോഗ്. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ശ്രീയാണ് കേട്ടോ. ഭഗവതിയുടെ ഉണർത്തുപാട്ടോട് കൂടിയിട്ടാണ് നമ്മുടെ ദിവസം ആരംഭിക്കുന്നത് കേട്ടോ. ഞാൻ വൈകുന്നേരം കത്തിച്ചിട്ട ലൈറ്റ് ഓഫ് ആക്കിയിട്ടാണല്ലോ പതിവ് പോലെ നമ്മുടെ ദിവസം തുടങ്ങുന്നത്. അപ്പോൾ അടുക്കളയിൽ ഇതാ പതുക്കെ ലൈറ്റൊക്കെ കത്തി വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ അയ്യപ്പ സുപ്രഭാതം ഉണ്ടല്ലോ അത് കേട്ടിട്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയത് കേട്ടോ. എന്നോട് എൻ്റെ ഒരു കസിൻ പറഞ്ഞു ഇത് അടിപൊളിയാണെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അയ്യപ്പ ഭക്തി ഗാനെന്ന്. എനിക്ക് എവിടെയെങ്കിലും ഇതുപോലത്തെ ഉടുക്കും ചെണ്ടയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പം 2 സ്റ്റെപ്പ് ഇടണമെന്നേ. അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തിലേക്ക് പതുക്കെ ഇങ്ങനെ കാലെടുത്ത് വെക്കുകയാണ്. കാലത്ത് ശ്രീകുട്ടന് റവ കേസരിയും ഉപ്പുമാവാണ്. തലേദിവസം തന്നെ നമ്മളിങ്ങനെ എഴുതി വെക്കില്ലോ ഇന്ന് എന്ത് വേണം എന്നുള്ള കാര്യം. ഒരു കലം കാപ്പി വെച്ചിട്ടുണ്ട്. ഭാഗ്യന് അതിൽ കുറച്ച് ശർക്കരയും പിന്നെ കാപ്പിപ്പൊടി സ്പെഷ്യലായിട്ട് ഭാഗ്യം കുടിക്കുന്ന ഒരു തരം കാപ്പിയുണ്ട്. അതൊക്കെ സെറ്റാക്കി അങ്ങനെ തന്നെ ഫ്ലാസ്കിൽ നിറച്ച് കൊണ്ടുപോകും കേട്ടോ. മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് ഹെൽത്തി ആക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് കേട്ടോ ആ തലങ്ങളിലേക്ക് കിടക്കണത്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്ന പോലെ എൻ്റെ ചുറ്റുള്ളവരും ഫുഡ് കഴിക്കാനായിട്ട് നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര അൺഹെൽത്തി ആവും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി കൺസേൺ ആവുന്നതായിരിക്കും നല്ലത്, അറ്റ്ലീസ്റ്റ് അവരുടെ കാര്യങ്ങളിലെങ്കിലും. അപ്പോൾ ഇന്ന് ഒരു വെടിക്ക് 2 വിഷയമാണ് കേട്ടോ. റവ കേസരി വിത്ത് നമ്മുടെ ഉപ്പുമാവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ 3 ആളല്ലേ ഉള്ളൂ. ചേട്ടന്മാർക്ക് എന്തായാലും കഞ്ഞിയാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് റവ നല്ല നെയ്യിൽ ഇങ്ങനെ വറുത്തെടുക്കാം. നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ പാലൊഴിക്കുന്നു. അതിലൊരു 2 ടീസ്പൂൺ നമ്മുടെ പഞ്ചസാര ഇടുന്നു, ഒരു നുള്ളു ഉപ്പിടുന്നു, കുറച്ചും കൂടി നെയ്യ് ഒഴിക്കുന്നു. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു റവയുണ്ടല്ലോ അത് 2 ടേബിൾ സ്പൂൺ എടുത്ത് ഇതിലങ്ങോട്ട് കുറുക്കുന്നു. എന്നിട്ട് കുറച്ചധികം പാലിൽ നമ്മൾ കുറുക്കിയെടുക്കുമ്പോൾ റവ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഈ അലുവ പോലെ അങ്ങ് വരും കേട്ടോ. ശ്രീകുട്ടൻ്റെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനേക്കാളും മുന്നേ മറ്റേ ഇത് വേണം, നമ്മുടെ സ്നാക്ക് വേണം. അപ്പോൾ സ്നാക്കായിട്ടാണ് കേട്ടോ റവ കേസരി തയ്യാറാക്കുന്നത്. കുറച്ചേശതാ ഇങ്ങനെ സൂര്യഭഗവാൻ ഇങ്ങനെ മുകളിലോട്ട് പൊന്തി വന്നപ്പോൾ ഞാൻ പതുക്കെ വേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ പോയി. ഇവിടെ നല്ല തണുപ്പാണ്. ആക്ച്വലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തണുപ്പ് ഒട്ടും പറ്റില്ല. ഞാൻ ഫാനും എ സിയും ഒന്നും ഉപയോഗിക്കാണ്ട് പുതച്ച് പൊടി കിടന്നുറങ്ങണ ആളാണ്. അതിൻ്റെ ഇടയിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ മഞ്ഞിങ്ങനെ നമ്മുടെ രോമകൂപങ്ങളുമ്പോൾ തട്ടുമ്പോൾ ചെറിയൊരു കുളിരുണ്ടല്ലോ അതിൻ്റെ എഫക്റ്റാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. നമ്മളിന്ന് ക്യാരറ്റ് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ നമ്മുടെ സവോളയും ധാരാളം ഒരു 1.5-2 ക്യാരറ്റും കൂടി നമ്മൾ ചോപ്പ് റൂട്ടിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ശ്രീകുട്ടൻ്റെ സ്നാക്ക് ബോക്സാണ് കേട്ടോ അത്. അപ്പോൾ അതിൽ നമ്മൾ 2 ബദാമൊക്കെ വെച്ച് അലങ്കരിച്ച് മൊത്തം റവ കേസരി അവന് കൊടുത്തു വിടും. കാരണം അതിൽ പഞ്ചസാര ഉണ്ടല്ലോ. ഇവിടെ അങ്ങനെ പഞ്ചസാര ഞാനും ബാക്കിയൊന്നും ഇപ്പോൾ കഴിക്കാറില്ല. അപ്പോൾ നമുക്ക് മധുരങ്ങളോട് കുറച്ച് നാൾ കഴിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിനോടുള്ള ഇൻട്രസ്റ്റ് അങ്ങോട്ട് പോവും. പിന്നെ നമുക്കത് കഴിക്കാനായിട്ടൊരു ഫീല് വരികയില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുറേ നാളായിട്ട് മധുരം അങ്ങോട്ട് ഒഴിവാക്കി നിർത്തിയിരിക്കുക. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് എന്തെങ്കിലും കൊടുത്തു വിടും. ഇപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ മുന്തിരിയാണുള്ളത്. കുരുവില്ലാത്ത കറുത്ത മുന്തിരി ഉണ്ടല്ലോ അത്. പിന്നെ അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് വറക്കാൻ വേണ്ടിയിട്ടുള്ള അയില തലേദിവസം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ വെറും വയറ്റിൽ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള മഞ്ഞൾ, കസ്കസ്, നെല്ലിക്ക, ആ വെള്ളം ഉണ്ടല്ലോ അത് ഐസ് ക്യൂബ്സ് ആയിട്ടാണ് നമ്മൾ വെക്കണത്. അത് ചെറു ചൂടുവെള്ളത്തിൽ നമ്മളൊന്ന് മെൽറ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ ഉപ്പുമാവ് പരിപാടിയിലേക്ക് കടന്ന് കടുക് പൊട്ടിച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമ്മൾ ചോപ്പർ കൂട്ടനിൽ അടിച്ച് വെച്ചിട്ടുള്ള ഈ വക സംഭവങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വഴട്ടി കൊടുക്കും. ഇത് അമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത് കേട്ടോ. അമ്മ കുറേ പച്ചക്കറികൾ ഇട്ടിട്ട് കടയിൽ ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ് അമ്മ ഉണ്ടാക്കി തരുമ്പോൾ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാനൊഴിച്ച് ആരും എന്ത് സംഭവം എനിക്ക് ഉണ്ടാക്കി തന്നാലും ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ ഉണ്ടാക്കി തരുമ്പോൾ എനിക്ക് ഭയങ്കര രുചികരമായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഫുഡ് നാളേക്കൊക്കെ കഴിക്കാൻ നിൽക്കണം. അപ്പോഴും എനിക്ക് ഇത്തിരി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ കഴിക്കുമ്പോൾ എനിക്ക് തോന്നിയത് എന്താ രുചിയില്ലാത്തതെന്ന്. അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ശ്രീകുട്ടൻ്റെ യൂണിഫോം അവൻ കുളിക്കുമ്പോഴേക്കും ഒന്ന് തേച്ചിട്ട് തരാം കേട്ടോ. ഇതൊക്കെ തലേദിവസം ചെയ്ത് വെച്ചുകൂടെ ശ്രീ എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. എനിക്ക് എന്താണെന്നറിയില്ല, അപ്പം ചെയ്താലും ഒരു സമാധാനം കിട്ടുള്ളൂ. ഇവൻ തലേദിവസം അത് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഞാൻ ഒന്നും കൂടി എടുത്ത് അയൺ ചെയ്ത് ആ കയ്യുമ്പത്തേയും അതുപോലെ തന്നെ ആ ട്രൗസറുമ്പത്തേക്ക് ആ ഒരു വരി ഉണ്ടല്ലോ അതുപോലെ തന്നെ നിൽക്കണം.
ഈ ചുണ്ടും സ്കിന്നും ഒക്കെ വരണ്ട് അതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന നേരത്ത് കുറച്ച് ക്രീം കൊണ്ടുവന്ന് കൊച്ചിൻ്റെ മേത്തൊന്ന് പുരട്ടാനുള്ള ഈ ഒരു അതിസാഹസികമായിട്ടുള്ള ഞങ്ങളുടെ കോൺവെർസേഷനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ശ്രീകുട്ടൻ പതുക്കെ പോയിട്ട് വിളക്കൊക്കെ വെച്ചിട്ട് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഉപ്പുമാവ് സെറ്റാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ആ ഉപ്പുമാവ് ഞാൻ വരുമ്പോഴേക്കും അതിലത്തെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു, അതായത് പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. കുറച്ചധികം വെള്ളമായാലും കുഴപ്പമില്ല, ആ വെള്ളം അങ്ങോട്ട് വറ്റിപ്പൊക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ബാക്കിയുള്ള റവയും കൂടി വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടേ ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പുണ്ടെങ്കിൽ ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കുക, ഉണ്ടെങ്കിൽ അതങ്ങനെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതാ ഈ കാണുന്ന കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. നല്ല പഴുത്ത പഴത്തിൻ്റെ ഒപ്പം അല്ലെങ്കിൽ കടലക്കറിയുടെ ഒപ്പം, എരിവാണെങ്കിൽ എരിവുള്ള സംഭവങ്ങളുടെ ഒപ്പം, മധുരമാണെങ്കിൽ മധുരമുള്ള സംഭവങ്ങളുടെ ഒപ്പം കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ഉപ്പുമാവ്. എനിക്ക് പണ്ടൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം എനിക്ക് ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് നമ്മൾ ആ ഒരു ഡ്രൈ ആയിട്ടുള്ള കോക്കനട്ട് ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ മേടിച്ചത്, അപ്പോൾ അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേക മണമുണ്ട്, ഒരു പ്രത്യേക വെളിച്ചെണ്ണയുടെ മണമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുത്തു. ശ്രീകുട്ടന് ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോരും കേട്ടോ ഈ ഒരു ഉപ്പുമാവ്. ഇപ്പം ഇങ്ങനെ കട്ടായിട്ട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അതും പിന്നെ നമ്മൾ ഡേറ്റ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഈ നമ്മുടെ ബദാം ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കും. അങ്ങനെ ഇത് ശ്രീകുട്ടൻ കഴിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്നും പാത്രം കാലിയാക്കി കൊണ്ടുവരാറുണ്ട്. പിന്നെ അപ്പുറത്തുള്ള കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്യുന്നവൻ പറയാറുണ്ട്. അപ്പോൾ ഞാൻ 1-2 കൂടുതലും വെക്കും. 4 മണിയാകുമ്പോൾ വണ്ടിയിൽ നിന്ന് വരുന്ന നേരത്തെ ചിലപ്പോഴേ ഒരു 1-1.25 മണിക്കൂറൊക്കെ യാത്രയുണ്ട്. അപ്പോൾ അവന് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ വിശക്കും. അപ്പോൾ ഞാൻ നാരങ്ങയും കൂടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഓറഞ്ചേ. പ്രാർത്ഥിച്ചാ ടൈം ടേബിൾ നോക്കി വെച്ചാ കഴിക്കുക. അങ്ങനെ നമുക്ക് ചോറ് കൊടുക്കാം. ചോറ് ഞാൻ തലേദിവസം നമ്മുടെ തെർമൽ കുക്കറിൽ ഇറക്കി വെക്കും. പിന്നെ എന്തെങ്കിലും തലേദിവസത്തെ കറികളുണ്ടായിരിക്കും. ശ്രീകുട്ടന് ഇത്തിരി അച്ചാറും എന്തെങ്കിലും നോൺ വെജിൻ്റെ ഐറ്റം മാത്രം മതി കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കൂട്ടാനൊന്നുമില്ല. പച്ചക്കറിയൊക്കെ ആകുമ്പോൾ വാരി കൊടുത്ത് നമ്മൾ ചോറിനൊപ്പം കുഴച്ച് കൊടുക്കുകയാണെങ്കിൽ ആളങ്ങോട്ട് കഴിച്ചോളും. പണ്ട് ശ്രീകുട്ടൻ ഭയങ്കര മെലിഞ്ഞിട്ടല്ലേ ഇരുന്നിരുന്നത്. ഇപ്പം അത്യാവശ്യം നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. എന്നോട് കുറേ പേര് DM ഒക്കെ ചെയ്ത് ചോദിച്ചു എന്താണ് കൊടുക്കണേന്ന്. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ഞാൻ വാരി കൊടുക്കും ചോറ്, അത് മാത്രമേ ഞാൻ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാ ഫുഡും അങ്ങോട്ട് ഇറക്കി പൊക്കോളും, എല്ലാം അങ്ങോട്ട് കഴിച്ചോളും ആള്. ബൂട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സങ്കടത്തിലാണ് ആളിന്ന് പോണത് കേട്ടോ. അതിൻ്റെ ചെറിയ കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നാളെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിരുത്തിയൊക്കെ ആളെ. ശ്രീകുട്ടൻ പോയി. ഭാഗ്യൻ ഇപ്പം വരും. ഭാഗ്യന് തുളസിയിലും വില്ലാതെ ഗുളികയും കലക്കി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മറ്റേ എന്തിൻ്റെയാണ് അലർജിയുടെ നല്ല കുറവുണ്ട് കേട്ടോ. നമുക്ക് ഇന്ന് നമ്മുടെ ബൊഗെയിൻ വില്ലയ്ക്ക് വളമിടണം. പിന്നെ ഞാൻ എൻ്റെ അടീനിയം പൂത്തത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ, അത് ചെയ്യണം. അതിനേക്കാളും മുന്നേ നമുക്കൊരു ചാറുകറിയും ഒരു ഉപ്പേരിയും വെക്കണം. ആരെങ്കിലും ചേട്ടന്മാരെ എന്തിനെങ്കിലും ആവശ്യത്തിന് കഴിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ മാളു ചോറെടുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ചോറ് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കരുതി വെക്കണം ഭക്ഷണമായിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പം ഞാൻ ചോറ് അടപ്പത്തിട്ടിട്ടുണ്ട്, ചോറായിട്ടുണ്ടാവും. അത് പിന്നെ തലേദിവസം നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ തെർമൽ കുക്കറിൽ ഇറക്കി വയ്ക്കുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു ദിവസം ഏകദേശം ദിവസത്തിൻ്റെ തിരക്ക് ഇവിടെ അവസാനിക്കും. ഇനി പതുക്കെ ആയം പോലെ ആടി പാടി ഒക്കെ കാര്യങ്ങൾ ചെയ്താൽ മതി. പക്ഷെ കാര്യങ്ങൾ എന്ന് പറയാനായിട്ട് കുറേ ഉണ്ടെന്ന് മാത്രം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ ചാമ്പയ്ക്ക ഉണ്ടായിട്ടുണ്ട്, പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ഒക്കെ ഒന്ന് പോയി നോക്കണം, ചെടികളുടെ ഇടയിലൊക്കെ ഒന്ന് കറങ്ങണം. അങ്ങനെ കുറച്ച് പണികളുണ്ട്. അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. വീടിൻ്റെ ചുറ്റും നിറയെ ചാക്കുകൾ, വളത്തിൻ്റെ ചാക്കുകൾ, കോഴിക്കാഷ്ടത്തിൻ്റെ ചാക്കുകൾ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റാക്കണം. അങ്ങനെ ഒരുപാട് നേരത്തെ ഗഡുബടായിട്ടുള്ള പണികൾക്കുള്ളിൽ നമ്മൾ വീണ്ടും അടുക്കളയിൽ എത്തിയിരിക്കുന്നത് ഭാഗ്യനുള്ള തുളസി അരയ്ക്കാനും അതിൻ്റെ ഉള്ളിൽ വില്ലാതൊക്കെ ഇട്ടിട്ട് കഴിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഭാഗ്യൻ അലർജിക്ക് വേണ്ടിയിട്ട് അതാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അത് അരച്ച് മാറ്റി വെച്ച് വെറും വയറ്റിൽ ആൾ കഴിക്കും. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ ഈ കുടിക്കുന്ന വാട്ടർ ഉണ്ടല്ലോടാ അതും കഴിക്കും. നല്ലതാണ് കേട്ടോ, അത് പിഗ്മെൻറ്റേഷനൊക്കെ നല്ല കുറവുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം വെറും വയറ്റിൽ കഴിച്ച് പിന്നെ നമ്മുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് യൂട്യൂബ് നോക്കലും ഇൻസ്റ്റാഗ്രാം നോക്കലും
മെസ്സേജുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കലും ഒക്കെ ആയിട്ട് നമ്മളിതാ കാലത്ത് ആ ഒരു 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 സെക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഉച്ചക്കേക്കുള്ള കാര്യങ്ങൾ നോക്കാട്ടോ. ഉച്ചക്കേക്ക് നമ്മളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഭാഗ്യൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നു, ആ വെള്ളം കുടിക്കുന്നു. പിന്നെ നമുക്ക് പതുക്കെ ഭാഗ്യൻ്റെ ഒപ്പം കൂടെ പോയിരുന്നിട്ടേ ഭക്ഷണം കഴിക്കാം. വാഴയിൽ ചേട്ടന്മാര് നനയെ നടക്കുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് ഭാഗ്യൻ ഇന്ന് ശ്രീകുട്ടൻ്റെ ഒപ്പം കടയിലേക്ക് പോകാണ്ടിരുന്നത്. ശ്രീകുട്ടനെ സ്കൂളിലാക്കിയിട്ട് ഭാഗ്യം കടയിൽ പോലാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇന്ന് അത് നടന്നില്ല. അത് കാരണം കൊണ്ട് ഭാഗ്യൻ്റെ ഒപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് കഴിക്കാൻ പറ്റി. ഇതിനിപ്പോൾ എൻ്റെ മാത്രം ലോകമാണല്ലോ, എന്ത് വേണമെങ്കിലും ആവാലോ എന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പാട്ട്. അപ്പോൾ ഞാൻ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഡാൻസൊക്കെ കളിച്ച് നമ്മൾ പതുക്കെ നമുക്ക് ഇന്ന് ഒരുക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിയൽ വെക്കാൻ പോവാണ്. ക്യാരറ്റ് കേട്ടോ, ക്യാരറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് കുറച്ച് പച്ചക്കറികളെ വേണ്ടുന്നു. ഇപ്പോൾ ചേട്ടന്മാർ ഒരു 1-2 മണിക്കൂറിൻ്റെ വാഴനന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുണ്ടാവില്ല, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മുടെ ക്യാരറ്റ് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് മൊത്തത്തിൽ ഈ ഒരു ഒറ്റ പാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കറികളെല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്തത് ആ ഒരു പാത്രത്തിലാടാ. കാരണം അത് മാത്രമേ ഞാൻ അത് കഴുകും വീണ്ടും അതിൽ തന്നെ വെക്കും, അത് കഴുകും വീണ്ടും അതിൽ തന്നെ വെക്കും. പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന നേരത്തെ അത് ശ്രദ്ധിച്ചത് അത് ഒറ്റ പാത്രം മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ എന്ന്. അത് കാരണം എനിക്ക് ഇപ്രാവശ്യം പാത്രം അധികം കഴുകാനുണ്ടായിരുന്നില്ല. നമുക്ക് പൊതുവേ പാത്രം കഴുകലാണല്ലോ മടിയുള്ള ഒരു പരിപാടി. അങ്ങനെ നമ്മുടെ മസാല ബോക്സ് തുറന്നു, ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. മീൻ വറക്കുന്നതിൽ പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഉപ്പും മാത്രമേ ഇടുള്ളൂ കേട്ടോ. അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ ന്യൂ ഇയറിന് മേടിച്ച ചിക്കൻ്റെ കുറച്ച് പാർട്സ് ആയിരുന്നു. ഇവിടെ ചിക്കൻ്റെ പാർട്സ് ലിവറാണ് എല്ലാവരും കഴിക്കുക, ബാക്കിയുള്ളതൊക്കെ ഞാൻ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് കഴിക്കൂല, നമ്മളിങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് ഇത് കഴിക്കുക. ഒഴിവാക്കി കൂടെ ശ്രീന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കളയാൻ തോന്നിയില്ല സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. അതൊക്കെ കഴിക്കുന്നത് കുറച്ച് ഒരുപാടാവുമ്പോഴാണ് വിഷമാവുള്ളൂ, കുറച്ചായ കുഴപ്പമില്ലാന്നേ. അങ്ങനെ നമ്മൾ നമ്മുടെ മീനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. കുറച്ച് ചെറുനാരങ്ങയും കൂടി ഒഴിക്കുമ്പോഴേക്കും നല്ലൊരു പുളിയൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഓവർ എക്സ്പ്രഷൻ ഇട്ട് ഞാൻ മരിക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നതാണ് അതിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന്. നമ്മൾ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും പിന്നെ ജീരകവും പിന്നെ കുറച്ച് പച്ചമുളക്, നമ്മുടെ നാടൻ പച്ചമുളക് കാന്താരി മുളകൊക്കെ ആണെങ്കിൽ സൂപ്പറാണ്. അതിട്ടിട്ട് ഒന്ന് ചിക്കി ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് നല്ല മണമുള്ള വെളിച്ചെണ്ണ ഉണ്ടല്ലോ, നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, അതിട്ടിട്ട് ഇങ്ങനെ അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അത് നമുക്ക് ഓഫാക്കാം. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സംഭവം വറുത്തെടുക്കാം, അതായത് ചിക്കൻ്റെ പാർട്സോട് നമുക്ക് വറുത്തെടുക്കാം. വറുത്തെടുക്കണത് നന്നായിട്ട് ഡ്രൈ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വറുത്തെടുക്കണത്. അപ്പോൾ എല്ലാം വേറെ വേറെ പാത്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല അടങ്ങി ഒതുങ്ങി കിച്ചണിൽ കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ചിക്കൻ്റെ പാർട്സ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടേ ആ ചിക്കൻ്റെ എണ്ണയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും അതുപോലെ തന്നെ ചോപ്പറിൽ അടിച്ചെടുത്ത ബാക്കി സംഭവങ്ങളും, അതായത് സാധാരണ ചിക്കൻ വെക്കുന്ന പോലെ തന്നെ വേറെ പ്രത്യേകതകളൊന്നുമില്ല. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും പിന്നെ ഇത്തിരി ആഡ് ചെയ്യുന്നത് പെരിഞ്ജീരകമാണെന്ന് മാത്രം, നല്ലൊരു മണത്തിന്. കാശ്മീരി ചില്ലിയും സാധാരണ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, മല്ലിപ്പൊടി ഇവിടെ വലിയ താല്പര്യം ഇല്ല ആർക്കും കേട്ടോ. പിന്നെ നന്നായിട്ട് ആ ഒരു പൊടിയൊക്കെ മൂത്ത് വന്നപ്പോൾ സാധാരണ നമ്മുടെ തക്കാളി ഒരെണ്ണം ഉണ്ടല്ലോ, അത് ചോപ്പർ കൂട്ടണിൽ അടിച്ചു കൊടുത്തു. തക്കാളി നന്നായിട്ട് വഴണ്ട് ആ ഒരു മസാലയോട് ചേർന്നപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നല്ല ഇങ്ങനെ ബ്ലാക്ക് കളറിൽ മുരിഞ്ഞിരിക്കുന്ന ഫ്രൈ ആക്കിയിട്ടുള്ള പാർട്സുകൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇത് മതി. പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ചെമ്മീൻ ചമ്മന്തി ഇരിക്കുന്നുണ്ട്, എന്തോരം കാര്യങ്ങളാണെന്നറിയോ, അച്ചാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ മതിയല്ലോ, ധാരാളമാണ്. ഇതൊക്കെ ആർഭാടാണ് ഇന്ന് ഭക്ഷണം. ഞാൻ ചില സമയങ്ങളിൽ ഇപ്പോൾ ഷൂട്ടൊന്നും ഇല്ലെങ്കിൽ എന്നിട്ട് എന്താ അവിടെ ചെയ്യുക, ഇതിലെന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവും, പിന്നെ ഒരു അച്ചാർ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നും ഇവിടെ ഇങ്ങനെ പ്ലേറ്റ് നിറയെ അത്തകളട്ട പോലെ ഭക്ഷണവും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഭാഗ്യന് കൊടുത്തു നോക്കാം, ഭാഗ്യന് എന്താ പറയണേന്ന് നോക്കട്ടെ. പാത്രം ഫിനിഷാക്കി ഭാഗ്യം.
എനിക്കിന്ന് ഭരതനാട്യത്തിൻ്റെ ഡാൻസ് ക്ലാസ് ഉണ്ടെടാ. അപ്പം ഞാൻ അവിടം വരെ പോവാണ്. നമ്മുടെ ഈ മരോട്ടിച്ചാൽ ഏരിയയിൽ ഏറ്റവും കൂടുതൽ പള്ളികളുള്ളതാണ് കേട്ടോ. നമുക്കൊരു 14 പള്ളികളെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. അത് വ്യത്യസ്തമായ സഭകളിലുള്ളവരുടെ. അപ്പം ഞാൻ ആ പള്ളികളൊക്കെ കണ്ടതാണ്. നമ്മൾ തൃശ്ശൂർ റൗണ്ടിലെത്തിയിട്ടുണ്ട്, വടക്കുന്നാഥൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ചാന്തുകൂട്ടിലൊന്ന് കയറിയായിരുന്നു കേട്ടോ. ഞാൻ ഇക്കനെ കാണാൻ വേണ്ടി കയറിയതാണ്. ഇതാണ് നമ്മുടെ ഇക്ക. ഞാൻ ഞങ്ങളുടെ ചാന്തുകൂട്ടിൽ ഇക്ക. എത്ര കൊല്ലമായി കഥ നമ്മൾ പരിചയപ്പെട്ടിട്ട്? 7 കൊല്ലമല്ലേ? 7 കൊല്ലം. അങ്ങനെ നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് വന്നപ്പോൾ അത്യാവശ്യം നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭരതനാട്യം ക്ലാസ് ആയിരുന്നു. സുദർശന സാറിൻ്റെ ഭരതനാട്യം ക്ലാസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. സാറ് സെറ്റാണ്, സെറ്റ്. ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ ചാന്തുകൂട്ടിലൊന്ന് കയറിയായിരുന്നു കേട്ടോ. ഭാഗ്യൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ അടുത്ത് തന്നെയാണ് ചാന്തുകൂട്ടുള്ളത്. ചാന്തുകൂട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, കുറേ നാൾ മുമ്പുള്ളതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നിങ്ങളത് കാണിച്ചു തരാൻ. എനിക്ക് ഈ ആൻറ്റി ടെർണീഷൻ്റെ കുറച്ച് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ഭയങ്കര ക്രേസ് ആയിട്ടിരിക്കുന്ന സമയമാണ്. അതായത് വള, മാല ഐറ്റംസൊക്കെ. അപ്പം ഞാൻ അതുണ്ടോയെന്ന് തപ്പാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോഴാണ് എനിക്ക് ആൻറ്റി ടെർണീഷ് ആയിട്ടുള്ളതും കുറേ വേറെ സംഭവങ്ങളായിട്ടുള്ളതൊക്കെ തന്നത്. ഇത് കണ്ട, ഇതാണ് ആൻറ്റി ടെർണീഷിൻ്റെ സംഭവങ്ങൾ എന്ന് പറയുന്നത്. വളയാണ് ഇത് കണ്ട. ഇതാണ് നമ്മുടെ ഖൂബ്സൂരത്ത് കുച്ചിപ്പുടി. ഭയങ്കര വൈറലായിട്ടുള്ള സംഭവമാണ് അത്ര. അത് കാരണം കൊണ്ട് ഇക്ക എവിടെ നിന്നൊക്കെയോ മേടിച്ചുകൊണ്ട് വന്നതാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരെണ്ണം തന്നിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് ചേരുമെന്ന് അറിയില്ല, ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഈ സംഭവം. പക്ഷെ നമുക്ക് ജസ്റ്റ് ട്രൈ അല്ലേ, നോക്കട്ടെ കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ. നല്ല ഗ്ലൈഡിങ് ആണ് ഇതിൻ്റെ. നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, കംഫർട്ടബിൾ ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. ആദ്യം വിചാരിച്ചത് ഞാൻ ലാസ്റ്റ് ചെയ്യില്ലാന്ന്. പക്ഷെ ഇത് വൈകുന്നേരം വരെ ചുണ്ടത്തുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാം വ്ളോഗിൻ്റെ അവസാനം. ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് അറിയോ? ഭയങ്കര ക്രീമിയാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര ഗ്ലൈഡ് ചെയ്ത് പോകുന്ന പോലത്തെയാണുള്ളത്. നല്ല കംഫർട്ടബിൾ ആണിത്. പക്ഷെ ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് അറിയില്ല. ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഗ്ലോ വരില്ലേന്ന്. ഇതാണ് പിന്നെ നിങ്ങൾ ചോദിക്കാറുള്ള ചന്ദനം. അതായത് ഇത് കടയിൽ നിന്ന് മേടിക്കുന്നതല്ല. ഇത് ഞാൻ നമ്മുടെ RCMൻ്റെ പ്രൊഡക്റ്റ് എങ്ങാണ്ടാണ് തോന്നുന്നത്. RMCL എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അവിടെ നിന്നാണ് നമുക്ക് ഈ ചന്ദനം കിട്ടുന്നത്. ഇത് ചന്ദനം ഒന്നും പറയാൻ പറ്റില്ല. ഇത് പൊട്ടിച്ചിട്ടില്ല, ഇവിടെ ഓൾറെഡി പൊട്ടിച്ചതിരിക്കുന്നുണ്ട്. പക്ഷെ ഗംഭീരമാണ്. ഞാനിപ്പോൾ തൊട്ടിരിക്കുന്നതും ഈ ഒരു സംഭവമാണ്. തൊടുമ്പോൾ ഈ ഒരു കളറിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കളറിലേക്ക് വരും കേട്ടോ. അതാണ് ഈ ഒരു ചന്ദനം എന്ന് പറയുന്നത്. അതിൻ്റെ പാക്കേജ് ഇങ്ങനെയാണ്. ഓൺലൈനിൽ ഇത് കൊടുക്കത്ത വിലയാണ്. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള കടയിലൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 10-50 രൂപയ്ക്ക് കിട്ടുമെന്ന് തോന്നുന്നു. എനിക്കിത് കൊണ്ടുവന്നു തരാറുള്ളത് നമ്മുടെ റഫായി ഏട്ടനാണ്. ഒറ്റ സ്ട്രെച്ചിൽ ആ പരിപാടി കഴിഞ്ഞ്. എനിക്ക് ധാരാളം മുടികളുള്ള കാരണം ഇതിന് അവിടെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ നമ്മുടെയൊക്കെ എൻ്റെ കട. ക്ലിപ്പ്, ഇതാണ് ഒരു ക്ലിപ്പ്. എനിക്ക് അവിടെ നമ്മുടെ ശോഭേച്ചി ഉണ്ട്, അവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ. ശോഭേച്ചി എടുത്ത് തന്നതാ. ഇത് പറഞ്ഞ ഇങ്ങനെ 2 ഭാഗത്തേക്ക് ഇട്ട് ഇടക്കടി പെണ്ണയെന്ന് പറഞ്ഞിട്ടത്. ഇത് പറഞ്ഞും മേടിച്ചു. ഇപ്പം എന്തായാലും ഇങ്ങനെ കിടക്കട്ടെ. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ബനാന ക്ലിപ്പ്, അത് മേടിച്ചു. ഇത് മേടിച്ചു. കൺമുഷി മേടിച്ചു. കൺമുഷി നമുക്ക് എന്തായാലും ഒന്ന് എഴുതി വെക്കാം. ഇപ്പം നമ്മുടെ കണ്ണിങ്ങനെയല്ലേ ഇരിക്കണേ. ഇപ്പം ഇതാണ് നമ്മുടെ കണ്ണ്. ഇനി നമ്മളത് എഴുതുമ്പോൾ നമ്മുടെ കണ്ണിന് വരുന്ന മാറ്റം, ഇതിനെയാണ് എല്ലാവരും മേക്കപ്പ് എന്ന് പറയുന്നത്. മേക്കപ്പിനൊക്കെ ഒരു പരിധി ഇല്ലേ എന്ന് ചോദിക്കില്ലേ? സത്യം പറഞ്ഞ ഒരു പരിധി ഇല്ല. നമ്മൾ ചെയ്യും തോറും ഭയങ്കര മാറ്റം കാണും. കണ്ട, ഈ കണ്ണും ഇതൊരു ചത്തമേൻ്റെ കണ്ണ് പോലെയല്ലേ ഇരിക്കണേ. പക്ഷെ ഈ കണ്ണ് നോക്കിയേ, അതാണ് കൺമഷിയുടെ പ്രത്യേകത. നമ്മുടെ കണ്ണങ്ങടെ കണ്ടില്ലേ, എന്തുമാത്രം പ്രത്യേകത എന്നറിയോ? ഒരു മാജിക് തന്നെ സൃഷ്ടിക്കാൻ പറ്റും കൺമഷിക്കും ലിപ്സ്റ്റിക്കിനും മാത്രം. വേറെ ഒന്നും നമ്മൾ ചെയ്യും. സാരി കൊടുക്കാത്ത സ്ത്രീക്ക് തന്നെ സേഫ്റ്റി പിന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ ഒരു ആഗ്രഹം തോന്നിയാലോ എന്ന് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ കയറിയത്. പിന്നെ ഞാൻ അവിടെ കാലത്ത് കുറച്ച് സാധനങ്ങൾ ഇക്കോട് വർത്താനൊക്കെ പറഞ്ഞു തന്ന് കുറേ സാധനങ്ങൾ എടുത്തു. ഞാനൊരു കമ്മൽ മേടിച്ചു. കമ്മലിൻ്റെ വില ഉണ്ടോ? 45 റുപ്പീസ്. ആഹാ, ഓ മൈ ഗോഡ്. ആക്ച്വലി നമ്മൾ അവിടെ നിന്ന് മേടിച്ച ഈ സ്ലൈഡ് ഉണ്ടല്ലോ, ഇതിങ്ങനെ കാണിക്കുന്ന സ്ലൈഡ്, ഇതിങ്ങനെ കാണിക്കുന്ന ഈ സംഭവം, ഇതിട്ടിട്ടാണ് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇതൊരെണ്ണം മേടിച്ചു. പിന്നെ നമ്മുടെ പല കളറിലുള്ള പൊട്ട് മേടിച്ചു. ഈ പൊട്ടാണ് എല്ലാം കൂടെ നമ്മൾ വലിയ പാത്രത്തിൽ, ഒരു മിഠായിയുടെ പാത്രത്തിൽ ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ വലിയ പാത്രത്തിൽ ഇട്ടിട്ട് കാണിച്ചു തരാറില്ലേ, കുറേ പൊട്ടുകളുടെ പാത്രം. അതെൻ്റെ കളക്ഷനാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ വേറൊരു സ്ലൈഡ് മേടിച്ചു, ഈ ഉണ്ട മേടിച്ചു. ഇത് പെയറാണ് കേട്ടോ, 2 ഭാഗത്തും കെട്ടി വെച്ച് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ തന്നെ ഇത് മേടിച്ചു. ഇതിന് 13 രൂപയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവിടെ സംഭവങ്ങൾ കിട്ടും. ഇതാണ് നമ്മുടെ ആൻറ്റി ടെർണിഷ്. ഇത് നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ നമുക്ക് കളറും ഇല്ല.
ഇത് മാത്രം നല്ല ഭംഗിയുണ്ടല്ലേ, ഇത് മാത്രം നല്ല ഭംഗിയുണ്ട്, ഇത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിങ്ങനെ നമ്മളിങ്ങനെ പൊളിച്ച് കളയണം. വാട്ട് സാറ്റിസ്ഫൈങ്. ഈ വരുന്ന ജനുവരി 13 നമ്മുടെ വരാക്കര അമ്പലത്തിലത്തെ പൂരാണ്. അപ്പോൾ പൂരത്തിന് പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പോകണം. കുറേ ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണാനുള്ളത് എനിക്ക്, നമ്മുടെ അയൽപ്പക്കക്കാരായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ വരും. ഞാൻ അന്നാണ് എല്ലാവരും മിക്കതും കാണാറുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഒരുങ്ങി പോകണം എന്നൊക്കെ വിചാരിക്കുക. അല്ലെങ്കിൽ എന്നും തന്നെ സാധാരണ ലുക്കിലാണ് എല്ലാവരും കാണാറുള്ളത്. ഈ പ്രാവശ്യം ഞാൻ നല്ല അടിപൊളിയായിട്ട് ടിപ്പ് ടോപ്പിലൊക്കെ വരാമെന്ന് വിചാരിച്ചു. അത് നടക്കില്ല, അതുകൊണ്ട് ഒന്നും ഞാൻ പറയണില്ല. എന്നാലും നമുക്ക് എല്ലാവർക്കും കാണാം ജനുവരിയിൽ. ഇത് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇതിൻ്റെ വേറെ ഒരെണ്ണം ഉണ്ട്, എനിക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു ചേച്ചി അയച്ചു തന്നത്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനിത് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. കുറേ നാൾ നമുക്ക് ഇങ്ങനെ തന്നെ നിൽക്കും, ഇങ്ങനെ ചോക്കറൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഇടാം. ഇവിടെയോ എന്തോ ഒത്തിരി കുറവുണ്ട് എന്നല്ല ചിന്തിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നല്ലൊരു കുഞ്ഞു കുട്ടിയുണ്ട്. ആ കുഞ്ഞു കുട്ടീനെ എപ്പോഴും നമ്മളിങ്ങനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നടക്കണം. അതിനിടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനത്തെ കുഞ്ഞൊരു 10-250 രൂപയൊക്കെ കൈ പിടിച്ച് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള കടയിലേക്കൊക്കെ പോയി അവിടെ നിന്ന് കുറച്ച് അലത്തുപോലത്തെ സംഭവങ്ങളൊക്കെ മേടിച്ച് കുറച്ച് സന്തോഷം കിട്ടും. അപ്പോൾ ഒരുപാട് പൈസ ഒന്നും മുടക്കാൻ നമുക്ക് താല്പര്യമില്ലാത്ത എൻ്റെ പോലത്തെ പിശുക്കികളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. 1-2 പൊട്ട് മേടിക്കുക, കൺമെഷീൻ മേടിക്കുക, ലിപ്സ്റ്റിക്കൊക്കെ മേടിച്ച് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി കടകളില്ലേ. ഓൺലൈൻ പർച്ചേസിങ് നമുക്ക് അങ്ങനെ മാനസിക സംതൃപ്തി നൽകാറുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് കുറവാണ്. പക്ഷേ എനിക്ക് അപ്പുറത്തപ്പുറത്തൊക്കെയുള്ള കടകളിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അങ്ങനെ നമുക്ക് ഖൂബ്സൂരത്ത് കുച്ചിപ്പിടി അടക്കം കുറച്ച് സംഭവങ്ങൾ കിട്ടി. എനിക്കിൽ കുറേ സംഭവങ്ങളൊക്കെ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഫ്രീ തന്ന കേട്ടോ. അവിടെ പോയിട്ട് ശ്രീജ ചേച്ചി പറഞ്ഞിട്ട് വന്നതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കോട് ഞാൻ പറയാം ഡിസ്കൗണ്ട് കൊടുത്തോളൊക്കെ എന്ന്. ഇപ്പം സെറ്റ് 2025 തുടങ്ങിയപ്പോൾ ഞാൻ ശീലിച്ച 1-2 കാര്യങ്ങളാണ് കേട്ടോ അത്. കുഞ്ഞു കാര്യങ്ങളിൽ വലിയ സന്തോഷങ്ങൾ കണ്ടെത്തുക എന്നുള്ളത്. പണ്ടും ഞാൻ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ചാനലൊക്കെ തുടങ്ങണേക്കാളും മുന്നേ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്രഷനല്ല, ഒരു നിരാശയുടെ ഒരു അവസ്ഥയിലൊക്കെയാണ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്ക് പിന്നെ ഒരുപാട് ഫ്രസ്ട്രേഷൻ്റെ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവം അനുഗ്രഹിച്ച് ഇന്ന് നിനക്ക് പിടിവള്ളി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെനിക്ക് കൂട്ടിന് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്നും കൂടെ എനിക്കങ്ങനെ ലോൺലിനെസ്സോ അല്ലെങ്കിൽ പിന്നെ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പീരീഡ്സിൻ്റെ ഭാഗമായിട്ട് ഹോർമോണൽ ചേഞ്ചസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് മൂഡ് സ്വിങ്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെ എന്തോ സംതിങ് വരാറുണ്ട്. കാരണം ഒരുപാട് സമയമൊന്നും നിൽക്കാറില്ല. മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയുന്നത് ഒരാഴ്ചയൊക്കെ പ്രൊലോങ് ആയിട്ട് പോകുന്ന ഒരവസ്ഥയാണെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ എനിക്കൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെയാണ് തോന്നിയിട്ടുള്ളത്. നമ്മൾ പെട്ടെന്നൊരു ചെറിയ കുഞ്ഞു കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ മൈൻഡ് അങ്ങ് പെട്ടെന്ന് അങ്ങ് ഡൈവേർട്ട് ആവുന്നൊരവസ്ഥ. പക്ഷെ ഇപ്പം അതൊക്കെ ഞാൻ മാറിയിട്ടോ. ഞാൻ ഈ 2025 ഏറ്റവും അധികം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഈ കുഞ്ഞു കാര്യങ്ങൾ. ഇപ്പം ഞാൻ ഇതൊക്കെ മേടിച്ചു കൊണ്ട് വന്നപ്പോൾ എനിക്കിതിന് വലിയ ചിലവൊന്നും ഉണ്ടായില്ല. എനിക്കിത് കുറേ സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തന്നിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇവിടെ എത്തിയിട്ട് അത് തുറന്ന് നിങ്ങളെ കാണിച്ചപ്പോൾ. ഞാൻ എൻ്റെ അടുത്തിരുന്നിട്ട് ഞാൻ എൻ്റെ അനിയത്തിക്കോ ചേച്ചിക്കോ ചേട്ടനോ ഒക്കെ ഒരു സാധനം കണ്ട എനിക്കിത് കിട്ടി, ഞാൻ കണ്ണെഴുതി പൊട്ടു. എനിക്ക് അതിൽ ഞാൻ ഒരുപാട് സന്തോഷം. എനിക്ക് നിങ്ങൾ എൻ്റെ കൂടെയുള്ളതായിട്ട് തോന്നുന്നത്. ഞാൻ ഈ പരിസരത്ത് ഇപ്പോൾ ഒരു കുറച്ച് ഇവിടെ പേളാമയും ഡൽസിയാൻ്റെ ഒക്കെ എൻ്റെ അപ്പുറത്തുനിന്നുണ്ടെങ്കിലും അവരൊക്കെ എൻ്റെ വിളികൾക്ക് അപ്പുറത്താണ് നിൽക്കണത്. ഞാൻ ഏളാമയെന്നൊന്ന് വിളിച്ച് ഏളാമയൊന്നും വരുമൊന്നുമില്ല. അപ്പം എൻ്റെ ലോകം എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിമാർ, എനിക്കിതിൽ മെസ്സേജ് ചെയ്യുന്ന എല്ലാവരും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ഇത്ര നാൾ എവിടെയായിരുന്നു എന്ന്. കാരണം നിങ്ങൾ ഓരോരുത്തരെയും എനിക്ക് പരിചയമാണ്. അപ്പോൾ ഞാനങ്ങനെ ഒരു കാര്യം പഠിച്ചത്. രണ്ടാമത് ഞാൻ പഠിച്ചൊരു കാര്യമാണ് മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്നുള്ളത്. അത് പണ്ട് തൊട്ടേ കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ വാശി പിടിക്കാറുണ്ട്. വിളിച്ചില്ല, എന്നോട് വർത്താനം പറഞ്ഞില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ ഞാൻ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നിയ കാരണം കൊണ്ടാണോ എന്നറിയില്ല. ഞാൻ കുറേ വിട്ടുവീഴ്ചകൾ ചെയ്തു തുടങ്ങി ലൈഫിൽ. പിടിവാശികളൊന്നും ഇല്ലാണ്ടായി തുടങ്ങി. പിടിവാശികളില്ലാണ്ടാവുക സ്നേഹം കുറയുമ്പോഴാണെന്നാണ് പറയുക. പക്ഷെ അങ്ങനെയല്ല. അവർക്ക് അവരുടേതായ തിരക്കുകളും അവരുടേതായ ഒരുപാട് വേറൊരു ലോകം, വേറൊരു പേഴ്സണാലിറ്റി അല്ലേ അവർ, അല്ലെങ്കിൽ വേറൊരു ഇൻഡിവിജ്വൽ അല്ലേ. അപ്പോൾ അവരവരുടേതായ രീതിയിൽ ഉൾക്കൊള്ളാൻ പഠിക്കാൻ ശ്രമിച്ചു തുടങ്ങി. അത് ഞാൻ കഴിഞ്ഞ കൊല്ലം പഠിച്ചൊരു കാര്യമാണ് 2024. നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ.
അവർ വേറൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ വിളിക്കാഞ്ഞ്, എന്താ മെസ്സേജ് അയക്കാറുന്ന്, അല്ലെങ്കിൽ എന്താ എന്നോട് കഴിച്ചോ എന്ന് ചോദിക്കാറുന്ന്, എന്താ ഞാൻ കുളിച്ചോ എന്ന് ചോദിക്കാറുന്ന് എന്നൊക്കെ ചോദിച്ച് ഭാഗ്യനോടൊക്കെ വഴക്കുണ്ടാക്കണത് അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് എപ്പോഴും ഒന്നും അത് ചെയ്യാറില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഒരു പേഴ്സണല്ല, എല്ലാവർക്കും ഫ്രീഡം കൊടുക്കുന്ന ഒരാളാണ്. ഇവൻ നമ്മുടെ ശ്രീകുട്ടനായാൽ പോലും ഞാൻ അവൻ്റെ കാര്യങ്ങളിലൊന്നും അമിതമായി ഇടപെടാറില്ല. പക്ഷെ ഞാനതൊന്നും കൂടിയും മനസ്സിലാക്കാൻ ശ്രമിച്ചു തുടങ്ങി മറ്റുള്ളവരെ. അത് ഞാൻ കഴിഞ്ഞ കൊല്ലം പഠിച്ചൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും, അവരും ഹാപ്പി ആയിട്ടിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കയ്യിലാണല്ലോ. അത് കാരണം കൊണ്ട് ആ നെഗറ്റിവിറ്റിയിൽ നിന്ന് മാറി നിൽക്കാൻ, അതങ്ങോട്ട് അതിൻ്റെ ചിന്ത മനസ്സിലേക്ക് വരുമ്പോഴും, ഇപ്പോൾ ഒരു ഭയങ്കര സ്മോൾ ആയിട്ടുള്ളൊരു കാര്യമാവട്ടെ എന്ന് വിചാരിക്കാം, മനസ്സിൽ വരുമ്പോഴേക്കും അതങ്ങോട്ട് മാറ്റിക്കളയാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. ഓവറായിട്ട് ടെൻഷൻ അടിക്കാനുള്ള ആ ടെൻഡൻസി ഞാൻ ഒഴിവാക്കി. അതൊക്കെ എനിക്ക് നേടാൻ പറ്റും എന്നല്ല, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. 2025 ആകുമ്പോഴേക്കും അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങി, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അയ്യോ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ണം വെക്കില്ലേ, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് കുരുക്കൾ വരില്ലേ, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാഗ്യൻ എന്ത് വിചാരിക്കും, ശ്രീകുട്ടൻ എന്ത് വിചാരിക്കും, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇവരോട് പറയണ്ടേ, അമ്മോട് പറയണ്ടേ, അച്ഛനോട് പറയണ്ടേ എന്നൊക്കെ പറഞ്ഞ് ജീവിച്ച ഒരു കാലഘട്ടമായിരുന്നു. ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. എനിക്ക് വേണ്ടി അതിൽ ഞാൻ എന്നെയും കൂടി ഉൾപ്പെടുത്താൻ തുടങ്ങി. അല്ലെങ്കിൽ ഇതിങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സാധനമാണ്, ഇതിങ്ങനെ ബാക്കിലേക്ക് വരില്ല, മുന്നോട്ടേ പോവുള്ളൂ. 36, 37, 38, 39, 40 എന്നൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഏകദേശം ഹെൽത്തൊക്കെ ഒന്നും ഇല്ലാണ്ടായിട്ട് നമുക്ക് വേണ്ടി ജീവിക്കാനുള്ള സമയം നമ്മൾ അങ്ങോട്ട് ഓൾമോസ്റ്റ് കളഞ്ഞു. ഇപ്പോഴും കളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടിയിട്ടല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ ലൈഫിൽ ചെയ്യുന്നത്. പക്ഷെ കുറച്ചെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ. ഇത് നടക്കോ നടക്കില്ല എന്നറിയില്ല. നമ്മളിവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഉപദേശിച്ച് കൊല്ലും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കും. അപ്പോൾ നമുക്ക് പോവാം, നമുക്ക് ശ്രീകുട്ടനെ കൊണ്ടുവരാൻ പോവാം. നമുക്ക് ചെടിക്ക് വളരാൻ വേണ്ടി പോവാം. എനിക്ക് അത്യാവശ്യം നല്ല തുമ്മലുണ്ട്, അത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മാസ്ക് വെച്ചത്. ഇപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി പതുക്കെ ഇറങ്ങിയാലോ, ചെടിക്ക് വളമിടാൻ വേണ്ടിയിട്ട് പോവാം കുട്ടികൾ. എന്നാലാണ് നല്ല മഞ്ഞുകാലല്ലേ, അപ്പോൾ ചെടികൾ നന്നായിട്ട് വളരുള്ളൂ. ചെടികൾ വളരുകയല്ലടാ, ചെടികളിൽ നന്നായിട്ട് പൂവുണ്ടാവുന്ന സമയമാണ് ഇപ്പോൾ ഓൾറെഡി. അപ്പം നമ്മളതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ നല്ല വളങ്ങൾ കൊടുത്ത് നന്നായിട്ട് ചെയ്താൽ മാത്രമാണ് സംഭവങ്ങൾ സെറ്റാവുള്ളൂ. അപ്പം ഇത്തിരി വെയിലൊക്കെ ഒന്ന് ചൂടൊക്കെ കുറഞ്ഞു. അപ്പം നമുക്ക് പതുക്കെ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലങ്ങളിലായിട്ട് നമ്മൾ അടീനിയം വെച്ചിട്ടുണ്ടായിരുന്നു. അടീനിയം നമ്മൾ മണ്ണുത്തിന്ന് മേടിച്ചതാണ് കേട്ടോ. നമ്മൾ മേടിച്ചതും നടന്നതും ഒക്കെ ആയിട്ടുള്ള വ്ളോഗുകൾ മുന്നേ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അടീനിയത്തും ഇന്ന് നിറയെ പൂക്കൾ ഉണ്ടായിടാ, അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞായിരുന്നു പൂക്കൾ ഉണ്ടായ കാര്യം. അടീനിയം വെച്ച് നോക്കാം. അപ്പോൾ അടീനിയം നമ്മൾ മണ്ണുത്തിന്ന് മേടിച്ച അടീനിയാണ്, അതൊന്ന് പൂക്കൾ ഉണ്ടായി കണ്ട. എൻ്റെ ഈ ഒരു അടീനിയത്തെ രണ്ടാമത്തെ വട്ടം പൂ ഉണ്ടാവണത് കേട്ടോ. അത് നമ്മൾ ആദ്യം മേടിച്ച അടീനിയാണ്. നമ്മൾ അന്ന് മണലിട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു വെക്കുന്നതൊക്കെ. പൂവുള്ളതൊക്കെ ഒരുമിച്ച് വയ്ക്കാൻ ഒരു ആഗ്രഹം. ഇതിൻ്റെ പൂവ് കണ്ട, ഇതിപ്പോൾ എങ്ങനെ കാണിച്ചു തരതേ, ഇത് കണ്ട എൻ്റെ പൊന്ന്. ഇതിൽ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അത് ഇങ്ങനെ മങ്ങിപ്പോവും, ഇതുപോലെ മങ്ങിപ്പോവും. എന്നിട്ട് ഏറ്റവും വിരിയണ പൂവ് ഇതുപോലെ ആയിട്ടിരിക്കും. എല്ലാവരും എന്നോട് പറഞ്ഞു അടീനിയത്തും ഇത്ര വലിയ പൂവൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ നമ്മുടെ അടുത്തുണ്ടായി. ഇതിനെ വളക്കുറവുള്ള കാരണം കൊണ്ടാണ് ഈ രണ്ട് മുട്ടുകൾ ചെറുതായിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഈ മുട്ടിലും ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ വളം കൊടുക്കണം അവിടെ നിന്ന്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഇനി വൈകിയില്ലെങ്കിൽ ശരിയാവില്ല. സിംഗിൾ പെറ്റൽ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഇത് ഡബിൾ പെറ്റലും ട്രിപ്പിൾ പെറ്റലും ഒക്കെ ആയിട്ട് കുറേ പെറ്റലൊക്കെ ആയിട്ടുള്ളതൊക്കെയാണ്. നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു ഡാർക്ക് റെഡ് കാണിച്ചു തന്നില്ലേ, അതാണ് ഏറ്റവും ഭംഗി. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് കട ഇളക്കി കൂട്ടി പുല്ലൊക്കെ പറിച്ച് കളഞ്ഞിട്ടേ നമുക്ക് വളടാം. അർബാനയിലെ മണ്ണൊന്നും കോരിയിട്ട് തരുമോ? മര്യാദക്ക് ചിരിച്ച മുഖത്തോടു കൂടെ ചെയ്താൽ അതൊക്കെ വീഡിയോയിൽ വരും. മറ്റേ ദുശാസനന്റെ മുഖം വെച്ച് നിൽക്കണ്ട, ചിരിച്ചുകൊണ്ട് അർബാനുണ്ട്. ചിരിക്കി. ഇത് കേട്ടപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിരി വന്നിട്ടുണ്ടാവില്ലേ ശ്രീജ? ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ഭാഗ്യനെ കൊണ്ട് പണിയെടുപ്പിക്കണേ എന്നുള്ളത്. അങ്ങനെയൊന്നല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്തു തരുള്ളൂ. ഇതെന്തുട്ടാണ് DAP 19 തോന്നുന്നു. ഇങ്ങനെ ഇരിക്കും. ഇത് നമുക്ക് ഇതിനൊക്കെ കൊടുക്കാം. ആമസോണിൽ നിന്ന് നമ്മൾ മേടിച്ചിട്ടുള്ള DAP, അതുപോലെ തന്നെ 19 കേട്ടോ, അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് സാധാരണ കടകളിൽ കിട്ടും, അതായത് വളക്കടകളിൽ കിട്ടും. വളരെ വില കുറവാണ്. ഓൺലൈനിൽ മേടിക്കുമ്പോൾ ഭയങ്കര വിലയാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതൊരു
ഒരു എന്താ പറയുക, ഒരു അരപ്പിടിയൊക്കെ മതിയിടാ. എന്നിട്ട് നമ്മൾ അത് ഇങ്ങനെ മണ്ണ് നന്നായിട്ട് കുത്തി ഇളക്കിയിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി നനയ്ക്കണം കേട്ടോ ഒരാഴ്ച. എന്നാൽ മാത്രമാണ്, അല്ലെങ്കിൽ ചെടി. പിന്നെ ഒരു കാര്യം, രാസവളം ഇട്ട് കൊടുത്തിട്ട്, ശ്രീ പറഞ്ഞ രാസവളം ഇട്ട് കൊടുത്തിട്ട് ചെടി പോയി എന്നുള്ള പരാതി ഇവിടുന്ന് പറയരുത്. കാരണം ഇത് പ്രയോഗിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ചെടിക്ക് വേരോടെ നശിച്ചു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ചെടിച്ചട്ടികളാവുമ്പോൾ കേട്ടോ. അപ്പോൾ ഇത് DAP പൂവുണ്ടാവാൻ വേണ്ടിയിട്ടും 19 ചെടി നന്നായി വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതൊന്നും ഇല്ലെങ്കിൽ ചാണപ്പൊടി ഉണ്ടെങ്കിൽ ചാണപ്പൊടിയാണ് നല്ലത്. പച്ചച്ചാണം കലക്കി ഒഴിക്കരുത്. നമ്മുടെ ഇളയമേരെ വീട്ടിലത്തെ ജറബറൊക്കെ പോയത് പച്ചച്ചാണം കലക്കി ഒഴിച്ചിട്ടാണ്. അത് ഭയങ്കര വീര്യം കൂടുതലാണ്. എപ്പോഴും ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ നമുക്ക് ഈ 19 DAP അങ്ങനെ തന്നെ ഇടുന്നതായിരിക്കും നല്ലത്. 19 ഇടയ്ക്കിടയ്ക്ക് ഞാൻ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. കുറച്ചും കൂടി ബാക്കിയിരിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെടി നട്ടേ. ഇതിലും കൂടി ഇട്ട് മുകളിൽ കുറച്ച് മണ്ണും കൂടി ഇട്ട് ഇവരെ അങ്ങോട്ട് സെറ്റാക്കാൻ വെച്ചിട്ടാ. ഓരോ ദിവസം കുഞ്ഞു കുഞ്ഞു വർക്കുകളായിട്ട് തീർക്കാം. അടുത്ത മാസം നമ്മുടെ അമ്പലത്തിലത്തെ ഉത്സവ, പതിനേക്കാളും മുന്നേ ഫെബ്രുവരിയിൽ. നമ്മുടെ വീടിൻ്റെ മുറ്റം സെറ്റാക്കാത്ത കാരണം കൊണ്ട് എനിക്ക് ചെടികൾ വെക്കാനും അത് ഒരുക്കാനും ഒക്കെ ഇത്തിരി താല്പര്യക്കുറവ് ഓൾമോസ്റ്റ് ഉണ്ട്. എന്നാലും ഇവറ്റങ്ങളൊക്കെ നിറയെ പൂണ്ടായി നിൽക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ നമ്മൾ നട്ടാൽ നനയ്ക്കണം എന്നാണല്ലോ, അതുപോലെ തന്നെ വളം ഇട്ടാലും നമ്മൾ നന്നായിട്ട് നനയ്ക്കണം. അങ്ങനെ നന്നായി നനച്ചു കൊടുത്തു. അപ്പോഴേക്കും സന്ധ്യ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവസാനിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രം. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മുടെ ബൊഗെയിൻവില്ല കൂടി ഇത്തിരിയും കൂടി ഒന്ന് പുഷ്ടിപ്പെട്ടോട്ടെ എന്ന്. കാരണം ഇപ്രാവശ്യം വരുമ്പോൾ പൂക്കൾ വളരെ കുറവാണ്. കാരണം ഞാൻ ഈ അടുത്താണ് അവരെ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ തന്നെ DAPയും 19 മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ആട്ടും കാഷ്ടം ഉണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ഇട്ട് കൊടുത്തു. മണ്ണിളക്കിയിട്ട് വേണം എപ്പോഴും വളം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് മണ്ണിലേക്ക് പെട്ടെന്ന് ഇറങ്ങിച്ചെന്ന് ആ ചെടികൾ അതിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുത്ത് പെട്ടെന്ന് വളരുള്ളൂ എന്ന്. ഞാൻ ബോട്ടണി പഠിപ്പിക്കുമെന്ന് വിചാരിക്കരുത്, ചിലർക്ക് അത് അറിയില്ല. അത് കാരണം കൊണ്ടാണ് പറയണത്. എന്തിനാണ് ശ്രീ മണ്ണ് ഇളക്കുന്നത് എന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ എന്നിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഈ നമ്മളിട്ട വളങ്ങളൊക്കെ തെറിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കും. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഇങ്ങനെ തറച്ച് കിടക്കുന്ന മണ്ണിലേക്ക് വളം ഇറങ്ങിച്ചെന്ന് ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതങ്ങോട്ട് ഒഴിവായി കിട്ടും കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യത്തെ ബൊഗെയിൻവില്ലകൾ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കളറുകളുണ്ട്. ഇവിടെ നിൽക്കുന്ന ഈ ഒരു കളർ ഉണ്ടല്ലോ, നമ്മുടെ പയറും പൂവിൻ്റെ കളർ, അത് എല്ലായിടത്തും ഉള്ളതല്ലേ. പക്ഷെ അതിന് ഡബിൾ കളർ വരുന്നതുണ്ട്. കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടേ വേറെ വേറെ സങ്കരയിനാവുന്നേ. അങ്ങനെ കുറച്ച് കണ്ടോ, ഇതുമ്പോൾ പൂക്കൾ വളരെ കുറവല്ലേ. അങ്ങനെ ഇങ്ങനെയൊന്നും അല്ലാട്ടുണ്ടാവണ്ടേ. ഇങ്ങനെ നമ്മളൊരു തുണി ഇട്ട പോലെ പൂവുണ്ടാവും, അതുപോലെ പൂവുണ്ടാവേണ്ട സമയമായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ നോട്ടക്കുറവ് കൊണ്ടും ശ്രദ്ധ കുറവ് കൊണ്ടാണ് ഇത് ഇത്രയും കുറവ് പൂവിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ വളമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇളയമ്മ നോക്കിയപ്പോണ്ട് ചക്ക നന്നാക്കണം. നമ്മുടെ ചേട്ടന്മാർ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ നാടൻ പ്ലാവില്ലേ, ആയൂർ ചക്ക അല്ലാണ്ട് അവിടെ നിന്ന് ഒരു ചക്ക ഇട്ടിട്ട് അത് ഇളയമോട് നന്നാക്കി തരാൻ പറഞ്ഞപ്പോൾ ഇളയമ്മ അത് നന്നാക്കുക. കൂട്ടാൻ വെക്കാൻ പച്ചച്ചക്കയല്ലേ. ഇതിന്റെ വട്ടത്തിന് തുമ്പേ വളഞ്ഞിരിക്കുന്ന കാരണം അങ്ങനെ വെട്ടാൻ ഭയങ്കര പേടിയാണ്. ഇപ്പോൾ ഇളയമ്മ ചക്ക നന്നാക്കി ഇരിക്കുമ്പോഴേക്കും ഞാൻ ബാക്കിയുള്ള പരിപാടികളും ബാക്കി ബൊഗെയിൻവില്ലയ്ക്ക് വളമൊക്കെ ചെയ്യട്ടെ കേട്ടോ. ശ്രീകുട്ടൻ വിളക്ക് വയ്ക്കലും ഇളയമ്മ ചക്ക നന്നാക്കലൊക്കെ ഒരുമിച്ചാണ്. അങ്ങനെ വളം ചെയ്യലൊക്കെ കഴിഞ്ഞ് ചെടികളൊക്കെ നനച്ച് കുറച്ച് വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഇളയമ്മ ചക്കയൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ചക്ക ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം നമുക്ക് ചോറൊന്നും കഴിക്കേണ്ട, ചക്കയമ്മ എല്ലാ കാര്യങ്ങളും സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ആവി കയറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ അമ്പഴങ്ങ, അതുപോലെ തന്നെ നാരങ്ങ, പിന്നെ എന്തായിരുന്നു ഇവിടെ അതിൽ, നെല്ലിക്ക, ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. അതായത് കഷ്ണങ്ങളാക്കിയിട്ട് ഇടാനുള്ള പരിപാടിയിലാണ്. അല്ലെങ്കിൽ അതങ്ങോട്ട് കേടാവും. എന്തെങ്കിലും സാധനം, ഭക്ഷണ സാധനം നമ്മൾ കേടായിട്ട് എടുത്ത് കളയാന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് കാരണം ഞാൻ അത് അച്ചാറിടാമെന്ന് വിചാരിച്ചിരിക്കുക. ഇളയമ്മ അവിടെ നിന്ന് എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞങ്ങൾ ലോകവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനത് ജസ്റ്റ് ക്ലിപ്പ് കാണിച്ചു തന്നത് ഇളയമ്മയുടെ സംസാര രീതി കണ്ടോ. ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷയുടെ ഒരു ഇതുണ്ടല്ലോ, അത് നമ്മൾ നേരിൽ പറയുമ്പോൾ കറക്റ്റായിട്ട് വരും. ഞാൻ നിങ്ങളോട് പറയുന്നതും കൂടിയല്ല സത്യം പറഞ്ഞ തൃശ്ശൂർ ഭാഷ എന്ന് പറയുന്നത്, ഒരു താളത്തിലാണ് അത് അങ്ങോട്ട് പോവുക. അപ്പോൾ ഇളയമ്മ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവില്ലേ. അങ്ങനെ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ബാക്കി കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചക്ക നമ്മൾ ഉപ്പും അതുപോലെ തന്നെ
പിന്നെ എന്താ വെള്ളവും മാത്രം ഒഴിച്ചിട്ടാണ് വേവിക്കാൻ വെച്ച് വെക്കുന്നത് കേട്ടോ. ഇവിടെ ഇടിച്ച മുളകിലാണ് നമ്മൾ ചക്കപ്പേരി കാച്ചിയെടുക്കുക. ഞാൻ നല്ല കാന്താരിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടി മിക്സിയിൽ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് കറക്കിയെടുത്തു. ഇത് കല്ലിൽ വെച്ച് ഇടിക്കുകയാണ് പതിവ് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും ആ ഉള്ളിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ. പക്ഷേ എനിക്ക് കല്ലിൽ വെച്ച് ഇടിക്കാനുള്ള നേരമില്ല, എനിക്ക് ക്ഷമ ഉണ്ടായിരുന്നില്ല, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഇരുന്നാൽ മതി എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇത് മതിയെന്ന്. അങ്ങനെ എണ്ണയിലിട്ട് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു മണം വരും, ഉള്ളി മൂക്കണ മണം. ആ മണം വരുമ്പോഴാണ് നമ്മൾ ഈ വേവിച്ച ചക്ക അതിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഇളയമയുടെ ഇളക്കലും കഴിഞ്ഞ് ഇളയമ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുട്ടി ചക്കക്കൂട്ടാൻ റെഡിയായിരുന്നു. അങ്ങനെ നമ്മൾ ചക്കക്കൂട്ടാൻ കൂട്ടി കട്ടൻ ചായയൊക്കെ വെച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരത്തെ ഡിന്നർ അതിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ചക്കക്കൂട്ടാൻ ഞാൻ ആ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇളയമ പോകുമ്പോൾ അവിടെ പ്രിയേച്ചി വന്നിട്ടുണ്ടാവും, പിള്ളേർ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടാവും, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഞങ്ങൾ മൂന്നാളും കൂടി ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് ചക്കക്കൂട്ടാൻ കാണുമ്പോൾ ചിലവരിപ്പോൾ വിചാരിക്കും എൻ്റെ പ്രാവുണ്ടാവും, ദൈവമേ എന്ന് പറഞ്ഞിട്ട്. എടാ നമുക്ക് ഇവിടെ ചക്ക കിട്ടി തുടങ്ങി, അത് കാരണം ഉണ്ടല്ലോ നമ്മൾ ചക്കക്കൂട്ടാൻ വെച്ചേ. ശ്രീകുട്ടാ നിനക്ക് വേണം, അതിന്റെ ഞാൻ കടക്കിലാക്കിയിട്ട് കൂടിയില്ല, അത് കാരണം ഞാൻ നിനക്ക് എടുത്തൂല്ല ചക്കക്കൂട്ടാൻ. ചോറൊഴിച്ച് ശ്രീകുട്ടന് ഒരു സാധനങ്ങളും പ്ലേറ്റിൽ കൊടുക്കണ ശീലം നമ്മൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഞാനായാലും ശ്രീകുട്ടൻ്റെ ആയാലും ഇളയമൊക്കെ ആരായാലും ഇപ്പോഴത്തെ ദൽസിയാൻ്റെ ആയാലും അവരുടെ പ്ലേറ്റിൽ നിന്ന് ഒരു വായ അവന് കൊടുത്തിട്ട് ശീലിച്ച് ഞങ്ങൾ. ചിലപ്പോൾ അവനത് കഴിക്കും, ഇഷ്ടമുള്ളതാണെന്ന് പറയുകയാണെങ്കിൽ അവൻ സെപ്പറേറ്റ് പ്ലേറ്റിൽ മേടിച്ച് കഴിക്കലാണ് പതിവ്. അവൻ ആസ്വദിച്ച് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. ചക്ക കൂട്ടാൻ ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ശ്രീകുട്ടാ എൻ്റെ കുട്ടി പഠിക്കണണ്ട, വാഴ കളിക്കാറുണ്ട്. വാഴ രാത്രി തന്നെയാണ് നമുക്ക്. ചക്കക്കൂട്ട കഴിച്ചു നോക്ക്, ചക്ക കൂട്ടാനും കട്ടൻ എരിശ്ശേരി വയ്ക്കാൻ സൂപ്പറാണ്. അപ്പം അച്ഛൻ നിർബന്ധിച്ച് ഒരു വായും കഴിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ കഴിപ്പിക്കുന്ന ആ സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നല്ല കട്ടൻ ചായ, ചൂടുള്ള കട്ടൻ ചായയോടൊപ്പം നല്ല എരിവുള്ള കാന്താരിയൊക്കെ ഇട്ട് കാച്ചിട്ടുള്ള നമ്മുടെ ഈ ചക്കക്കൂട്ടാൻ എൻ്റെ സാറേന്ന്. അച്ചാറും കൂടി ഇട്ടില്ലെങ്കിൽ നാളേക്ക് കേടാവും. നമുക്ക് അച്ചാറും കൂടി ഇട്ടിട്ട് കുളിക്കാം, അവസാനിപ്പിക്കാം. ഇന്നത്തെ ദിവസത്തെ നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ അച്ചാറിന്റെ വെളിച്ചെണ്ണയിലാട്ടാ, മറ്റേ കുത്ത് ഇഷ്ടല്ല. ഇത് നാളെ കാലത്തേക്ക് ചെയ്യായിരുന്നിട്ടുണ്ടെങ്കിലേ സംഭവം പണി പാളും. അത് കാരണം കൊണ്ടാണ് ഇപ്പം ചെയ്യുന്നത് കേട്ടാ. നമ്മുടെ ചട്ടി ചൂടാക്കുന്നു, അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതോടൊപ്പം കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിൻ്റെ ഇലയും നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് പേസ്റ്റും മറ്റേത് ഇടുന്നത് നമ്മുടെ ഓപ്ഷനാണ്. എനിക്കിത് വെളുത്തുള്ളി കടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറച്ച് കായത്തിൻ്റെ പൊടി ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശ്രീകുട്ടൻ്റെ കൂടെയുള്ള ഇരുന്ന് പഠനം കുറേ നാളായിട്ട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് നാൾ മുന്നേ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ അടുത്ത് കൊണ്ടാക്കിയായിരുന്നു പഠിപ്പിക്കാൻ. ഇപ്പം അവിടെ നിന്ന് ഒരുവിധം കാര്യങ്ങളൊക്കെ ആളിങ്ങനെ പഠിച്ചിട്ട് വരും. അതുകൊണ്ട് ഞാനായിട്ടുള്ള മൽപ്പിടുത്തം കുറവാണ്. അത് നമ്മുടെ പ്രഷർ റിലീസ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഉപകാരത്തിലെത്തുന്നുണ്ട്. പക്ഷേ അവൻ്റെ കൂടെയുള്ള പഠനം ചെറുതായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുളക് പൊടിയും കാശ്മീരി ചില്ലിയും ഉപ്പും അതോടൊപ്പം തന്നെ കുറച്ചും കൂടി കായവും പിന്നെ ഇത്തിരി ഉലുവപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ചൊറുക്ക എന്നല്ലേ പറയാ, നമ്മുടെ ഇവിടെ ചൊറുക്ക എന്ന് പറയാം, വിനാഗിരി, അതും ഒഴിച്ചു കൊടുത്ത് ഉപ്പും കൂടിയിട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരണം. ആ ഒരു പച്ചമണമൊക്കെ മാറണം. നമ്മുടെ വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ ഈ മുളക് പൊടിയുടെയും നല്ലൊരു കുത്തുണ്ടാവും, അത് മാറണം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ആ ഒരു പുളി ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ഗ്രേവിയിലേക്ക് ഉപ്പ് പാകാണോ നോക്കിയിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കഷ്ണങ്ങൾ വെന്ത കാരണം കൊണ്ട് പിന്നെ നമ്മൾ വേവിക്കാൻ നിൽക്കണ്ട, അതിനങ്ങോട്ട് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് കുറച്ച് 2-3 ദിവസം കുറച്ചും കൂടെ ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക. ഇവിടെ ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഉത്സവമൊക്കെ വരുന്നുണ്ടെന്ന് നമ്മുടെ മണ്ണമ്പേട്ടയൊക്കെ, അപ്പം ഞാൻ അവിടേക്കും കൂടെ കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത്തിരി അച്ചാറുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ശ്രീകുട്ടൻ ഇന്ന് ഭക്ഷണം ഫുള്ള് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഉപ്പുമാവ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ശ്രീകുട്ടനുള്ള പണിഷ്മെൻ്റാണ് അവൻ്റെ ടിഫിൻ ബോക്സ് അവൻ തന്നെ കഴുകണം എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ അവനെ കൊണ്ട് കഴിപ്പിക്കാറുണ്ട്, ഇന്ന് അത് പറഞ്ഞ് കഴുകിപ്പിച്ചു. അപ്പോൾ ഫുള്ള് കഴിച്ചു വന്ന ദിവസം ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇന്ന് അമ്മയുടെ ഹെൽപ്പില്ല, മണിക്ക് ചോറ് കൊടുത്തു, ഭാഗ്യൻ അവിടെ പുറത്ത് നനയ്ക്കണ്ടേ. ഇങ്ങോട്ട് നോക്കിയ മുത്തേ, അതാണ് ഭാഗ്യൻ, നനയല.
ആ കാണാണ്ട് മതി മതി. കഴിയാറായാ? ആ ശരി, ഞാൻ കുളിക്കാട്ടാ. അങ്ങനെ ഭാഗ്യൻ്റെ നനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരട്ടെ. ഭാഗ്യൻ ചേട്ടന്മാരോടൊപ്പം നനച്ചിരുന്നത്. ചേട്ടന്മാർ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയി. പിന്നെ കുറച്ച് ഏരിയ ഉണ്ടായിരുന്നുള്ളൂ, അത് ഭാഗ്യം തന്നെ നനയ്ക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാം. നാളെ കാലത്ത് കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ദൈവം ഈ പണികളൊക്കെ വീണ്ടും ഞാൻ തന്നെ ചെയ്യണ്ടേ എന്നുള്ളൊരു തോന്നലുണ്ടാവും. അങ്ങനെ നമ്മൾ നമ്മുടെ കിച്ചണൊക്കെ വൃത്തിയാക്കിയിട്ട് ഒരു ദിവസത്തിൻ്റെ അവസാനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ രാജികത്ത് ഇതാ ഇവിടെ സമർപ്പിക്കുകയാണ്. നാളെ വീണ്ടും നമുക്ക് റീജോയിനിങ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാനായിട്ട്